guys, welcome back to yet another video of collegemunshi.com. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് BSc റേഡിയോളജി ആൻഡ് ഇമാജിൻ ടെക്നോളജി എന്ന് പറയുന്ന ഒരു കോഴ്സ് പഠിക്കുന്നതിലൂടെ എന്തൊക്കെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്, അല്ലെങ്കിൽ എത്രത്തോളം സാലറി നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതിനെയൊക്കെ പറ്റിയിട്ടാണ്. അപ്പോൾ എന്താണ് BSc റേഡിയോളജി ആൻഡ് ഇമാജിൻ ടെക്നോളജി, ഇത് പഠിക്കാനായിട്ട് ബാംഗ്ലൂരിലുള്ള ഏതൊക്കെ ടോപ്പ് കോളേജസ് ആണുള്ളത് തുടങ്ങിയ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ മറ്റ് വീഡിയോസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസ് ഒക്കെ ഒന്ന് മറക്കാതെ കാണുക. മാത്രമല്ല, ഈ ഒരു കോഴ്സ് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ കരിയറിനെ പറ്റി കൺഫ്യൂസ്ഡ് ആയിരിക്കുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. മാത്രമല്ല, ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും വാട്സപ്പ് ചാനൽ ത്രൂ ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് മറക്കാതെ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യും. നിങ്ങൾ ഒരു ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് റേഡിയോളജി, ഇമാജിൻ ടെക്നോളജി, റേഡിയേഷൻ തെറാപ്പി ഇങ്ങനെ പല പല പേരുകളിൽ കാണാറുണ്ട്. അപ്പോൾ പലപ്പോഴും പലരും ഇതെന്താണ് എന്നറിയാതെ പോകുന്നുണ്ട്. അപ്പോൾ ശരിക്കും എന്താണ് ഈ റേഡിയോളജി ആൻഡ് ഇമാജിൻ ടെക്നോളജി എന്ന് പറയുന്നത്? ഒരു ഹ്യൂമൻ ബോഡിയെ കംപ്ലീറ്റ്ലി അനലൈസ് ചെയ്യാനും നമുക്ക് ഇന്റേർണലി എന്തെങ്കിലും ഡിസീസ് ഉണ്ടോ എന്ന് റെക്കഗ്നൈസ് ചെയ്യാനും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ടെക്നിക്കാണ് റേഡിയോളജി ആൻഡ് ഇമാജിൻ ടെക്നോളജി എന്ന് പറയുന്നത്. ശരിക്കും ഇത് തമ്മിൽ വലിയ വ്യത്യാസങ്ങളില്ല. പക്ഷേ റേഡിയോളജിയുടെ ഒരു ബ്രാഞ്ച് നമ്മുടെ ക്യാൻസർ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് കൂടി ഹെൽപ്പ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ആ ഒരു അഡിഷൻ കൂടി റേഡിയോളജിയിൽ വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ റേഡിയോളജി ആൻഡ് ഇമാജിൻ ടെക്നോളജി എന്ന് പറയുന്നത് ഒരൊറ്റ കോഴ്സ് തന്നെയായിട്ടാണ് പോകുന്നത്. പഠിക്കാൻ വളരെ എളുപ്പവും എന്നാൽ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു കോഴ്സാണ് റേഡിയോളജി ആൻഡ് ഇമാജിൻ ടെക്നോളജി എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് തന്നെ ഒരുപാട് കുട്ടികൾ ഈ ഒരു കോഴ്സ് പഠിക്കുന്നുണ്ട്. +2 കഴിഞ്ഞതിന് ശേഷം ഈ ഒരു കോഴ്സ് എടുക്കുന്ന കുട്ടികൾ, അല്ലെങ്കിൽ ഈ ഒരു കോഴ്സ് ചെയ്ത് കഴിഞ്ഞ ആൾക്കാരാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ജോബ് ഓപ്പർച്യൂണിറ്റീസിനെ പറ്റി ഉറപ്പായും നിങ്ങൾ അറിഞ്ഞിരിക്കണം. കേരളത്തിനകത്തും പുറത്തും നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് പഠിക്കാനായിട്ട് സാധിക്കും. ഇനി ഇന്ത്യക്കകത്തും പുറത്തും നിങ്ങൾക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് കാത്തിരിപ്പുണ്ട്. റേഡിയോഗ്രഫി, CT സ്കാൻ, MRI, ന്യൂക്ലിയർ മെഡിസിൻ എന്നീ മേഖലകളിലെല്ലാം നമുക്ക് ഇമാജിൻ ടെക്നോളജി അല്ലെങ്കിൽ റേഡിയോളജിയുടെ ഒരു യൂസ് വളരെ വിപുലമായിട്ട് കാണാനായിട്ട് സാധിക്കും. മാത്രമല്ല, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, വിർച്വൽ റിയാലിറ്റി, 3D പ്രിന്റിംഗ് തുടങ്ങിയ കാര്യങ്ങളുടെ ഇൻട്രൊഡക്ഷൻ കൂടി ആയതോടുകൂടി ഈ കോഴ്സ് വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒന്നായിട്ടാണ് മാറിയിട്ടുള്ളത്. വളരെ ലിമിറ്റഡ് സീറ്റ്സ് ആണ് നമുക്ക് കേരളത്തിൽ ഈ ഒരു കോഴ്സിന് കാണാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ നമ്മൾ കർണാടക പോലുള്ള സംസ്ഥാനങ്ങളിൽ വരുമ്പോൾ നമുക്ക് ഒരുപാട് സീറ്റ് അവൈലബിലിറ്റി അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ് കാണാനായിട്ട് സാധിക്കും. വളരെ ഡിമാൻഡബിൾ ആയിട്ടുള്ള ഒരു കോഴ്സ് ആയതുകൊണ്ട് തന്നെ ഈ കോഴ്സിനായിട്ടുള്ള കോമ്പറ്റീഷൻ വളരെ കൂടുതലാണ്. ഇനി ഈ ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ജോലിയിലോട്ട് പോവാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹയർ സ്റ്റഡീസിലോട്ട് പോവാം. കാരണം MSc എടുക്കാനുള്ള ഓപ്ഷൻസ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫോറൻസിക് സയൻസ് പോലുള്ള സബ്ജക്ട്സുകൾ, അല്ലെങ്കിൽ ഏത് ബയോളജി സ്ട്രീമിലോട്ടും തിരിഞ്ഞുപോയി പഠിക്കാനുള്ള ഓപ്ഷനും ഇവിടെ ലഭിക്കുന്നുണ്ട്. ഇനി ഡിപ്ലോമ ആയിട്ടും ഡിഗ്രി ആയിട്ടും പഠിക്കാനുള്ള ഓപ്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് പേര് ഈ ഒരു കോഴ്സ് പഠിക്കുന്നുണ്ട്. ഈ ഒരു കോഴ്സ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗവൺമെന്റ് അല്ലെങ്കിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും, പ്രൈവറ്റ് ക്ലിനിക്കുകളിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും, ഇല്ലെങ്കിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻസിന്റെ ഒരു ഭാഗമായി നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ സാധിക്കും, ഇല്ലെങ്കിൽ ഇനി ഹയർ സ്റ്റഡീസ് മാതിരിയാണ് നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ റിസർച്ച് ലെവൽസിലോട്ടും നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഇന്ത്യയിൽ ഈ ഒരു ജോബ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന സാലറി എന്ന് പറയുന്നത്, നിങ്ങളൊരു എൻട്രി ലെവൽ ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഏകദേശം 30,000 മുതൽ 40,000 വരെയുള്ള ഒരു സാലറി പെർ മന്ത് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾ ഒരു മിഡ് ലെവലിലുള്ള ആളാണെന്നുണ്ടെങ്കിൽ ഏകദേശം 40 മുതൽ 45,000 വരെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇനി നിങ്ങളൊരു സീനിയർ ലെവൽ എംപ്ലോയി ആണെന്നുണ്ടെങ്കിൽ ഏകദേശം 70,000 മുതൽ 1,00,000 വരെയുള്ള ഒരു പാക്കേജിലായിരിക്കും നിങ്ങൾ വരുന്നത്. ഇനി പുറത്തു പോയാണ് നിങ്ങൾ ജോലി ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലും മേലെ അല്ലെങ്കിൽ മികച്ചതായിട്ടുള്ള സാലറി ഓപ്ഷൻസ് തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ്. അവിടെ മികച്ച സാലറി പാക്കേജുകളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ഇനി നിങ്ങൾ ഗവൺമെന്റ് സെക്ടറിൽ വേണമെങ്കിലും വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് PF, പെൻഷൻ തുടങ്ങിയ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കാനായിട്ട് ഇതിലും മികച്ചൊരു കരിയർ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. അപ്പോൾ +2 കഴിഞ്ഞിട്ട് ഏത് കോഴ്സ് വേണം, അല്ലെങ്കിൽ മെഡിക്കൽ റിലേറ്റഡ് ഫീൽഡ് വേണം, അതിൽ ഏത് ചൂസ് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷൻ നിങ്ങൾക്കുണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം മാറ്റി വെച്ചോളൂ. ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. അപ്പോൾ ഉടനെ തന്നെ താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഫ്രീ കരിയർ ഗൈഡൻസ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. മാത്രമല്ല, ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, വാട്സപ്പ് ചാനൽ ത്രൂ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇതിലും ഏറെ ഡീറ്റെയിൽസ് വാട്സപ്പ് ചാനലിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ മറക്കാതെ ചാനലിലൊന്ന് ജോയിൻ കൂടി ചെയ്യുക.